രാജ്യ തലസ്ഥാനത്തിന്റെ തെരുവുകൾ ഈ രാവിലും കത്തിയാളുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഗാന്ധി സ്മൃതിയിലെത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. പോലീസ് പലതവണ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയായിരുന്നു. 100ഓളം പ്രവർത്തകരും എംപിമാർക്ക് പിന്തുണയുമായി എത്തി. ഈ സമരം രാജ്യം കണ്ട വ്യത്യസ്തമായ ഒരു സമരമായിരുന്നു, വേറിട്ടൊരു സമരമായിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് വീണ സ്ഥലത്ത് ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷാംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. സത്യത്തിൽ വിദ്യാർത്ഥികളിൽ പരീക്ഷ ഇത്രയും കാലമായിട്ട് ചോദിച്ചത് വിദ്യാഭ്യാസ വർഷത്തിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം എന്തിനാണ് ഭരിക്കുന്നത്? അപ്പോൾ ഇതൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം ഈ രാജ്യത്തെ വരും തലമുറയായി ആ ചോദ്യം ഞങ്ങൾ ഏറ്റുവിളിക്കുകയാണ്. നാടിന്റെ കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവരെ അടിച്ചമർത്തിയാൽ തീഹാർ ജയിലിൽ അടച്ചാൽ തീരുന്നതാണോ ഈ വിഷയം? അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് വേണ്ടിയാണ്. അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷക്കണക്കായ കുട്ടികൾ സമരം നടത്തുന്നു, പ്രതിപക്ഷം അകത്തും പുറത്തും സമരം നടത്തുന്നു. പ്രധാനമന്ത്രി സഭയിൽ വരാതെ എക്സിലൂടെ പോസ്റ്റ് ചെയ്യലാണോ മര്യാദ? ഗവൺമെന്റ് ആരെ പേടിക്കുന്നത്? എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മറ്റേ കുട്ടികളാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള അവരുടെ പ്രതിഷേധം. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള എംപിമാര് മാത്രമുള്ള ഒരു പ്രതിഷേധം. ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് അവർ നേരിട്ടത്? യുദ്ധസമാനമായ അന്തരീക്ഷം നമ്മൾ കാണുകയാണ്. ബ്രൂട്ടലായ ലാത്തിച്ചാർജ്, ലോകം ഞെട്ടലോടെ കണ്ട രാജ്യ തലസ്ഥാനത്തെ ലാത്തിച്ചാർജ്. എന്താ സംഭവിക്കുന്നത്? ഗോഡ്സെമാർ ജനാധിപത്യത്തിന് നേർക്ക് വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് നേർക്ക് ഭരണകൂടം വെടിയുതിർക്കുന്നു. ഭരണകൂടം തന്നെ ഗോഡ്സെമാരായി മാറുമ്പോൾ ഞങ്ങളിതാ ഗാന്ധിയിൽ അഭയം പ്രാപിക്കുന്നു. ഗാന്ധിയുടെ അരികിലേക്ക്, ഓർമ്മകളിലേക്ക് ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഇത്തരം ഒരു നടപടി ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും അതൊരിക്കലും വെച്ചു കൊടുക്കാൻ പാടില്ല. അത് രാജ്യത്തിന്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന പഠനമാണിതെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകം പോയിട്ട് വീമ്പടിക്കുന്ന ഈ പ്രധാനമന്ത്രി ആ എംപിമാരുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എംപിമാരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽ, ഇന്നും പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടാകുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നു. ഗാന്ധി സ്മൃതിയിലെത്തി പ്രതിഷേധം നടത്തുന്നു. പോലീസ് തടയാൻ ശ്രമിക്കുന്നു, പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടും പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്നു. എന്താണ് ഇന്ന് ഈ രാവിലെ കണ്ടത് തലസ്ഥാനത്ത്? രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് മിഞ്ഞാന്ന് ഏറ്റെടുത്ത സമരത്തിന്റെ ബാക്കി തന്നെയാണ് എന്ന് പറയാം. കാരണം കോൺഗ്രസ് മിഞ്ഞാന്ന് സമരം ഏറ്റെടുത്തപ്പോൾ അത് പ്രതിപക്ഷ ഐക്യത്തെ പലരും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ യോജിച്ചൊരു പ്രതിപക്ഷ സമരമാണ് ആവശ്യമെന്ന രീതിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല പ്രതിപക്ഷത്ത് ഉള്ളവർ ഉൾപ്പെടെ ഒരു കോൺഗ്രസ് ഒറ്റയ്ക്ക് സമരം ഏറ്റെടുത്തു എന്നൊരാശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിനെയൊക്കെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ന് യോജിച്ച പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു യോജിച്ച പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് രാജ്യ തലസ്ഥാനം നോക്കിക്കാണുന്നു. മാത്രമല്ല എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഗാന്ധി സ്മൃതിയിലേക്ക് ആ വാഹനം ചലിച്ചത് വലിയൊരു സൂചനയാണ് രാജ്യത്തിന് നൽകുന്നത്. കാരണം യോജിച്ച് നിന്നാൽ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നൊരു സന്ദേശം രാജ്യത്തിന് നൽകുന്നു. അത് ഈ ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശമാണ്. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ നിങ്ങളുടെ ഏത് കോട്ടയും പൊളിക്കാൻ പറ്റുമെന്നൊരു സന്ദേശമാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്തിന് ഈ യാത്ര നൽകിയത്. മാത്രമല്ല അവർ സമാധാനപരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയെ പോലും ആദ്യം ബാരിക്കേഡ് വെച്ച് തടയുന്നു, പിന്നീട് ഒരു ബസ് കൊണ്ടുവന്ന് ഇരുവശത്തുമായി കുറുകയിടുന്നു. ആ ബസ്സിനെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ഇന്നത്തെ യാത്രയ്ക്ക് പോകാൻ പറ്റി എന്നതാണ് വലിയ കാര്യം. മാത്രമല്ല ഒരു യോജിച്ച പ്രതിപക്ഷ ഐക്യത്തിന് ഇത്രയും കാലവും ഇല്ലാതിരുന്ന ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ന് എല്ലാ എംപിമാരും ഒരേ തലത്തിൽ പറഞ്ഞത് യോജിച്ച് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഡൽഹിയിൽ കുട്ടികൾ വേട്ടയാടപ്പെടുന്നു. ഒരു അടിയന്തരാവസ്ഥക്ക് തുല്യമായ കാര്യം ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരാവസ്ഥക്ക് തുല്യമായ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ പൂർണ്ണമായും വിച്ഛേദിക്കുന്നു. മെട്രോകൾ ഉൾപ്പെടെ നിർത്തിവെക്കുന്നു.
വെക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ യോജിച്ച് സമരത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറഞ്ഞത്. അതിൽ ഇന്ന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പൂർണ്ണമായും യോജിക്കുന്ന ഒരു കാഴ്ച. അവർ നടന്ന് ബസ്സിറങ്ങി ബസ് കയറ്റാൻ സേന സമ്മതിച്ചില്ല. അതോടുകൂടി അവർ നടന്ന് ഗാന്ധി സ്മൃതിയുടെ അകത്തേക്ക് കയറുന്നു. ശേഷം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് സ്മൃതിയിൽ വണങ്ങുന്നു. പിന്നീടാണ് എല്ലാവരും നിന്ന് പിരിഞ്ഞു പോയത്. യെസ്, അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭിന്നത മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടാകുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലൊന്നും CPM അംഗങ്ങൾ പങ്കെടുക്കാതെ വലിയ ഭിന്നത ഇന്ത്യ സഖ്യത്തിനിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വൈരമെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ, ഒപ്പം അവിടെ ഇന്റർനെറ്റ് നിരോധിച്ചതിനെതിരെ, അവിടെ മറ്റു പോലീസ് രാജ് ഏർപ്പെടുത്തുന്നതിനെതിരെയൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം പ്രതിപക്ഷം കടക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രി നമ്മൾ കണ്ട ദൃശ്യങ്ങളും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പകരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതിന്റെ തുടർച്ച നാളെയും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.